ഞാൻ സംബന്ധിച്ചാറിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ ഫസ്റ്റ് ഐറ്റം വരുന്നത് പ്യോർ ക്രേപ്പ് ഫാബ്രിക്കിൽ പുതിയ കോൺസെപ്റ്റിൽ ചെയ്തെടുത്തേക്കുന്ന ഐറ്റം ആട്ടോ. ശരിക്കും നമ്മുടെ പാകിസ്ഥാനിയുടെ ഒക്കെ ആ ഒരു ലുക്കിൽ, അതിൻ്റെ തന്നെ കൂടിയ മോഡലില്ലേ ആ ഒരു ലുക്കിൽ തന്നെ വരുന്ന ഒരു പാറ്റേൺ ആണ് ഇത്. എൻ്റെ ഒരു ഡിഫറെൻ്റ് ആട്ടോ, നമ്മൾ സാധാരണ വരുന്നതിനേക്കാളൊക്കെ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐറ്റം. ശരിക്കും ഇത് തയ്ച്ചിട്ടാലാണ് ഇതിൻ്റെ ശരിക്കും ഭംഗി മനസ്സിലാവുള്ളൂ. ഞാൻ ജസ്റ്റ് വെച്ച് കാണിക്കുമ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഐഡിയ കിട്ടുമെന്നേ ഉള്ളൂ. പക്ഷേ തയ്ച്ചിട്ടുള്ള ഭംഗി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഭയങ്കര രസമുള്ള കളർ പാലറ്റും നല്ല കളർ ചാർട്ടാട്ടോ. ചാർട്ടാണേലും ഈ ഡിസൈൻ ആണേലും പ്യൂർ ക്രേപ്പിലൂടെ ആയതുകൊണ്ട് ഭയങ്കര നല്ലൊരു ഡിസൈനാണ്. 2000 വെച്ച് റേഞ്ചുള്ള ഐറ്റമാണ്. പക്ഷേ നിങ്ങൾ പാർട്ടി വെയർ ആയിട്ട് ഇങ്ങനത്തെ ഒരു കൺസെപ്റ്റിൽ നോക്കുന്നുണ്ടെങ്കിൽ എന്തായാലും എടുത്തോ. കാരണം അത്ര അടിപൊളിയായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. മെറ്റീരിയലിൻ്റെ ആ ഒരു പ്രിൻറ്റും കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി. എൻ്റെ ഡിഫറെൻ്റ് ആണ്. നമ്മൾ സാധാരണ വരുന്നൊരു സെറ്റിനേക്കാളും ഒക്കെ ഒരുപാട് വേരിയേഷനിലുള്ള ഒരു ഐറ്റമാണ്. ഇപ്പോൾ ഒരു വെറൈറ്റി ലുക്ക് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും എടുത്തു. ഇതിൻ്റെ അകത്ത് ചെറിയതായിട്ട് ഗ്ലാസ് വർക്ക് ചെയ്തിട്ടുണ്ട്. ചെറുതായിട്ടോ, ഒത്തിരി ഓവറായിട്ടൊന്നുമില്ല. ചെറുതായിട്ട് ഈ ഒരു സ്ക്വയറിൽ അതിൽ മാത്രമേ ഉള്ളൂ ഗ്ലാസ് വർക്ക്. പിന്നെ താഴത്തെ ബോർഡർ ദാമൻ പോർഷനിൽ മാത്രമേ ഉള്ളൂ. ദുപ്പട്ടയ്ക്കകത്ത് ഗ്ലാസ് കൊടുത്തിട്ടില്ല. ഒരുപാട് പേരുടെ ഒരു പ്രിഫറൻസ് സാധാരണ മറ്റേ നമ്മുടെ കുറഞ്ഞ പാകിസ്ഥാനി വന്ന ഒരുപാട് ഗ്ലാസ് വർക്ക് വന്നപ്പോഴത്തേനും കൂടിയതിൻ്റെ അകത്ത് വേണ്ടാന്നൊരു ഇത് തന്നെയാണ് എല്ലാവർക്കും. അപ്പോൾ അതുകൊണ്ട് ദുപ്പട്ടയ്ക്കകത്തൊന്നും കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് വേറെ ഐറ്റത്തിൻ്റെ കൂടെയാണല്ലോ ഇടാൻ പറ്റുന്ന ദുപ്പട്ടയാണ്. ഭയങ്കര നല്ല കോൺസെപ്റ്റ് ആട്ടോ. നല്ല ഫ്ലോറൽ പാറ്റേൺ ആണ്. നല്ല ബ്ലാക്കിലാണ് ഫസ്റ്റ് കളർ വന്നേക്കുന്നത്. അതിൻ്റെ കൂടെ കോമ്പിനേഷൻ ആ ഒരു പീച്ചൊക്കെയാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. ഇതാണ് ഫ്രണ്ട് പോർഷൻ ഡിസൈൻ. പ്യുവർ ക്രേപ്പാണ്. അപ്പോൾ അത് നോർമലി നമുക്ക് വാഷ് ചെയ്യുന്ന കുഴപ്പമൊന്നുമില്ല. കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അത്രയും കൂടി ഫാബ്രിക് ആയതുകൊണ്ട് കേട്ടോ ഞാൻ പറഞ്ഞ്. ബോട്ടം വരുന്നത് പ്യുവർ സാൻഡൂൺ ഫാബ്രിക്. പിന്നെ നമ്പർ വരുന്നത് AB 867, റേറ്റ് 2390 2390. ഇത് രണ്ടാമത്തെ ഷെയ്ഡ് വരുന്നത് ഇതും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കളറാണ്. ഇതൊരു പീച്ചിൻ്റെ തന്നെ ഒരു ലൈറ്റർ വേർഷൻ. അതിൻ്റെ അകത്ത് തന്നെ പിങ്ക് കോമ്പിനേഷനുള്ള ഫ്ലവേഴ്സാണ് കൊടുത്തേക്കുന്നത്. ഭയങ്കരമായിട്ടൊരു വെറൈറ്റി ആയിട്ട് കേട്ടോ. ഇതിന് കൈക്കുള്ളത് സെപ്പറേറ്റ് വരുന്നുണ്ട്. അത് ഞാൻ കാണിക്കാവേ. ഇതുപോലെയാണ് കൈക്ക് കൊടുത്തേക്കുന്നത്. നല്ല ഭംഗിയായിട്ട് ഈ ബോർഡറിൽ ഈ ഒരു ഡിസൈനായിട്ട് വരുമ്പോഴത്തേനും കാണാൻ നല്ല രസമായിട്ട് തന്നെ നിൽക്കും. അപ്പം മൊത്തത്തിൽ ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐറ്റംസ് നോക്കുന്നവരാണെങ്കിൽ എന്തായാലും ഇഷ്ടപ്പെടും. എപ്പോഴും കോമൺ ആയിട്ട് കാണുന്നതല്ലാതെ കുറച്ച് വെറൈറ്റി ആയിട്ട് പാർട്ടി വെയറായിട്ട് ആ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താവുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഇതാണ് ദുപ്പട്ട വരുന്നത്. നല്ല ലെങ്ത് ഉള്ള ഐറ്റം കേട്ടോ. ബോട്ടം സാൻഡൂൺ ഫാബ്രിക്. നമ്പർ AB 868, റേറ്റ് 2390. അടിപൊളി കളറാട്ടോ. നല്ലൊരു ബേജ് മിക്സ്ഡ് ഒരു ഷെയ്ഡ്. അതിൻ്റെ അകത്ത് തന്നെ പീച്ച് കോമ്പിനേഷനാണ് കൊടുത്തേക്കുന്നത്. നമ്മുടെ മിനിമലായിട്ട് കുറച്ചൊരു ഗ്ലാസ് വർക്ക് മാത്രം നമുക്ക് ആ സ്ക്വയറിലും താഴെ ദാമനിലും മാത്രം ചെറുതായിട്ടൊരു ഗ്ലാസ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഒത്തിരി ഓവറായിട്ടൊന്നുമില്ല, ചെറുതായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞെങ്കിലല്ലേ അറിയുള്ളൂ. ഇതിങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു അടുത്ത് കണ്ടെങ്കിൽ മാത്രമേ ഗ്ലാസ് വർക്കിൻ്റെ ഒരു ഇത് മനസ്സിലാവുള്ളൂ. അല്ലാതെ അങ്ങനെ ഒത്തിരി ഓവറായിട്ട് അങ്ങനെ വെച്ചിട്ടൊന്നുമില്ല, ചെറുതായിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് ദുപ്പട്ട വരുന്നത്. നല്ല രസമുള്ള ദുപ്പട്ടയാട്ടോ. ഇതൊരു സിൽക്കി ഫിനിഷാണ്. നമ്മുടെ നോർമൽ ക്രേപ്പിൽ ടച്ച് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ ഒരു സിൽക്കി ഫിനിഷിങ് കൂടി ഇതിന് കിട്ടുന്നുണ്ട്. നമുക്ക് ആ ഒരു ടസർ പോലെയൊക്കെ ഏകദേശം തോന്നിക്കുന്ന ആ ഒരു പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. സിൽക്ക് പോലെ തന്നെ നമുക്ക് അത്രയും റേറ്റ് കൂടിയ ആ ഒരു കാറ്റഗറിപ്പെട്ട ഐറ്റം ആയതുകൊണ്ട് കാഴ്ചയ്ക്ക് ഭയങ്കരമായിട്ടൊരു ലുക്ക് തോന്നിക്കുന്ന ഒരു ഐറ്റം കേട്ടോ. അപ്പോൾ ഫുൾ ലുക്കിൽ ഇതെങ്ങനെ വരും. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ വെച്ചേക്കുന്നതുകൊണ്ട് കേട്ടോ, കറക്റ്റായിട്ട് അങ്ങനെ ഇങ്ങനെ വെക്കും മനസ്സിലാവില്ല. തയ്ച്ചെടുക്കുമ്പോഴാണ് കറക്റ്റ് ആ ഒരു സ്ക്വയറൊക്കെ കറക്റ്റ് സെൻറ്ററിലൊക്കെ വരുമ്പോൾ നന്നായിട്ട് തന്നെ നിൽക്കും. പിന്നെ നമ്പർ AB 869, റേറ്റ് 2390. 4 ഷെയ്ഡ്സാണ് മെയിനായിട്ട് വന്നിരിക്കുന്നത്. നാലാമത്തെ കളർ നല്ല ആഷ് ആൻഡ് പിങ്കിൻ്റെ കോമ്പിനേഷൻ. ബാക്കി വേറെ വ്യത്യാസമൊന്നുമില്ല. എല്ലാം സെയിം രീതിയിൽ തന്നെയാണ് ഫുള്ളായിട്ട് ആ ഒരു ഫ്ലോറൽ പാറ്റേണൊക്കെ പോയിരിക്കുന്നത്. പക്ഷേ എല്ലാ കളേഴ്സും കുറച്ച് വെറൈറ്റി ആയിട്ട് ഫീൽ ചെയ്യും കേട്ടോ. സെയിം വരുന്ന പാറ്റേൺ പോലെയല്ല, കുറച്ച് വെറൈറ്റി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ സെയിം തന്നെയാണ്. പക്ഷേ എല്ലാം ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് കളർ കോമ്പിനേഷൻസ് വന്നിരിക്കുന്നത്. സെൽഫായിട്ട് പ്രിൻറ്റും ആ ഒരു ഫ്ലോറൽ ഡിസൈനും മൊത്തത്തിൽ പോയിട്ടുണ്ട്. ബോട്ടം സാൻഡൂൺ ഫാബ്രിക്കാണ്. പിന്നെ നമ്പർ AB 870, റേറ്റ് 2390.